സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രവാചകൻ ചിരിക്കുന്നത് കണ്ടപ്പോ അടുത്ത് കിടന്ന ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കുന്നേ? എന്തിനാ നബിയെ ചിരിക്കുന്നേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മുത്തുനബി അവിടുന്ന് പറഞ്ഞു റഅയ്തു ഫിൽ ജന്നതി ബാരിഹ വസമിഅ സൗത ഖാരിഅ. റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കാനുള്ള കാരണം മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ സ്വർഗ്ഗം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ സ്വർഗ്ഗം കണ്ടു. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആരോ ഖുർആൻ ഓതുന്നുണ്ട്. അള്ളാന്റെ റസൂലിന് അത്ഭുതമായി, ആരാ അല്ലാഹ് സ്വർഗ്ഗത്തിരുന്ന് ഖുർആൻ ഓതുക? സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നവൻ ആരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ മലക്കുകൾ വിളിച്ചു പറയുന്നു, നബിയേ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി, എന്റെ സ്വഹാബിയോ, എന്റെ ഹാരിസയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ ഹാരിസാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാവർക്കും അറിയാം നബിയെ. കാരണം എന്തെന്നറിയുമോ? നാളെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരന് മലക്കുകൾ പരിചയപ്പെടാനുള്ള കാരണം ഈ ചെറുപ്പക്കാരന് നാളെ അള്ളാഹു സ്വർഗ്ഗത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കും. അതുകൊണ്ടാണെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു കൊട്ടാരം. രണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. ഈ രണ്ട് പ്രതിഫലം വേണമെന്നുള്ളവർ കൈവക്ക്. ഞാൻ പറയും പോകും ഇൻഷാ അല്ലാഹ്. വേണ്ടവര് മാത്രം പൊക്കിയാൽ മതി. പൊക്കടി നോക്കട്ടെ. ഉസ്താദെ, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരവും വേണം, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും വേണം. എന്നെ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണവും വാങ്ങിച്ചു കഴിക്കണം. ആഗ്രഹണ്ട കൈവക്കിക്ക്. ഒന്ന് എഴുന്നേറ്റ്. ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ്. കൈയൊന്നും പൊക്കണ്ട, എഴുന്നേറ്റാ മതി. സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ ഉണ്ട്. ആ പൊക്ക് വലിച്ചില്ല. എഴുന്നേക്ക്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എഴുന്നേക്ക്, നിക്കിപ്പ. 2 മിനിറ്റ് നിക്ക്. എഴുന്നേറ്റ്. രണ്ടുപേരും എഴുന്നേറ്റ്. ബിസ്മില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കല്ലേ. നിക്ക്. 2 മിനിറ്റ് നിക്ക്. നിങ്ങളുടെ വീട്ടിൽ വാപ്പയോ ഉമ്മയോ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ആരെങ്കിലും വാപ്പായും ഉമ്മായി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ കൈവക്ക്. മനുഷ്യൻ എന്തിനാ പേടിക്കണം? അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ ചെറുപ്പക്കാരന് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിനല്ല കൊടുത്തതാ. എന്തിനാ? ഈ 2 പ്രതിഫലം അള്ളാഹു കൊടുത്തത് എന്തിനാ? മാതാപിതാക്കളെ സ്നേഹിച്ചതിന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്കും കിട്ടുമോ? കാരണം എന്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് ഇഷ്ടമാ, എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, അള്ളാഹു ഈ 2 പ്രതിഫലം ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം 3 നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. നമുക്കില്ലാതെ പോയ, ഈ കൈവക്കിയ മക്കൾക്കില്ലാതെ പോയ 3 നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. ഈ 3 ഗുണം നമുക്കുണ്ടോ? നമുക്കും അള്ളാഹു ഈ പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്കുണ്ടോ നോക്കിയാൽ മതി. ഈ പറയുന്ന നല്ല 3 ഗുണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണങ്ങൾ എന്താണ്? മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ളവരാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ കൊതിക്കുന്നവരാണ്.
ഇന്നും നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? കാന യുതഇമുഹാ ബിയദിഹി, കാന യുതഇമുഹാ ബിയദിഹി. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തേ? ഉമ്മായിക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള കൊതി കൊണ്ടാ ഒന്ന് കൈവക്കിക്കുക. എന്താ പേടിക്കണെന്തിനാ? ജീവിതത്തിൽ ഒരിക്കൽ, ഈ ദിവസം വരെ ഒരിക്കലെങ്കിലും ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വെട്ടമെങ്കിലും ഒന്ന് ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാ? കൈവക്കുപ്പ, കാണട്ടുപ്പ. എവിടെ പോയി കയ്യൊക്കെ? എവിടെ പോയി കയ്യൊക്കെ? അള്ളാന്റെ സ്വർഗത്തിൽ കൊട്ടാരം നിനക്ക് ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം, പൊരിച്ച മീൻ, കരള്, പൊരിച്ച മീനിന്റെ കരള് നിനക്ക് ഓസിന് അള്ള തരുമെന്ന് കരുതിയോ? പെറ്റ തള്ളക്ക് നീ ഒന്ന് ആലോചിക്ക്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ ഉമ്മ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, ആ പാപത്തിന്റെ വായിൽ ഒരു വെട്ടം പോലും നിന്റെ ഈ ആയുസ്സിൽ നിനക്ക് അല്ലാഹുവേ ഒരു ഉരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ജീവിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊന്ന് ചിന്തിക്കില്ലേ? എവിടെ ഈ കിളവനും കിളവിക്ക് നീ കോടി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ അല്ലേ? ഇവർക്ക് ഇനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എവിടെ സമയം? പെറ്റ തള്ളയെയും ഉമ്മയെയും വാപ്പയെയും നോക്കാൻ തന്നെ സമയമില്ല, തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഭക്ഷണം കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദ് കണ്ണിന് കാഴ്ച കുറയുന്ന ഉസ്താദല്ലേ? കണ്ണിന് കാഴ്ച, എടാ ചങ്ങാതി, നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു വേണോ? ഹോസ്പിറ്റലല്ല പോണ്ടേത്, വീട്ടിൽ ചെന്നിട്ട് ഉമ്മാടെ മുഖത്ത് നോക്കിയിരുന്നാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാടെ മുഖത്ത് പോയി നോക്കിയിരിക്ക്, പറ്റതള്ളയുടെ മുഖത്ത് നോക്കിയിരിക്ക്, കണ്ണിന്റെ കാഴ്ച പോകൂല. ഇബാദത്തിന്റെ കൂലിയാ ഉമ്മാടെ മുഖത്ത് നോക്കുന്നത്. ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നത്, ഉമ്മയുടെ 2 കവളുകൾക്കിടയിൽ, ഉമ്മയുടെ 2 കണ്ണുകൾക്കിടയിൽ ഉമ്മ വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്തേ നിനക്ക് പറ്റാതെ, എന്തേ നിനക്ക് സാധിക്കാതെ പോയി? ഉമ്മയുടെ വായിലേക്ക് ഉരുള്ള ഭക്ഷണം മാറി വെക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി. എന്റെ പെങ്ങന്മാർക്ക് സമയമില്ലാതെ പോയി. അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. ആ ഉമ്മാടെ കാഴ്ചവെട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ആ ഉമ്മാടെ കാഴ്ചവെട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ഉപ്പ അല്ലേ സ്വർഗത്തിന്റെ മധ്യ കവാടം? നീ എങ്ങനെ രക്ഷപ്പെടും? ഉമ്മയുടെ കാഴ്ചവെട്ടിൽ സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് നാളെയെങ്കിലും എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരൽപ്പം ഭക്ഷണം വാരി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കോ? വാരി കൊടുക്കോ? നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക. അതിനും മനസ്സില്ല. നീ പൊക്കണ്ട. നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ. നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെ. നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ കയ്യും കെട്ടി. അവര് മരിക്കാൻ കിടക്കുമ്പോ വെള്ളം പോലും ഒഴിച്ചു തരാൻ ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന്, കാന യുതഇമുഹാ ബിയദിഹി, ആ സ്വഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ആയിഷ, ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു? രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ ആ ചെറുപ്പക്കാരന്റെ ശബ്ദം ഉയരാറില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേ എന്ന് പറയുന്ന വാക്ക് പോലും പറയൂല. ഇന്ന് ചേന്നല്ല വിളിക്കണേ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്. ആരോട്? മാതാപിതാക്കൾ. എന്നാ നമ്മൾ ഇന്ന് വിളിക്കണ വിളിയോ? അള്ളാഹുവേ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന കിളവി, അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കടന്നോണൻ എണ്ണം എന്ന് വരെ ഉമ്മായെ പറയാ, വാപ്പാനെ പറയാ. മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ ഒരു കാരണവശാലും നിന്റെ ശബ്ദം ഉയരരുത്. നീ എത്ര വളർന്നാലും, നീ എത്ര കൊലകൊമ്പനായാലും നിന്റെ ഉപ്പാനെ ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ ആയിട്ടില്ല.
നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും, ഇടയ്ക്കൊന്ന് തോന്നും ഉമ്മാനെ ഒന്ന് ഭരിച്ചാൽ കൊള്ളാം, വാപ്പാനെ ഒന്ന് ഭരിച്ചാൽ കൊള്ളാം. നീ വളർന്നിട്ടില്ലട്ടാ, നിനക്ക് ഭരിക്കണമെങ്കിൽ നിന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളെ പോയി ഭരിക്കും. വയലു പറയണമെങ്കിൽ അവിടെ പോയി പറ. ഇനി നിനക്കത് മതിയാവുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുന്നിൽ പോയി വയലു പറ. ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. ഉയർന്നു പോയാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരന്റെ ശബ്ദം തന്റെ ഉമ്മയുടെ മുന്നിൽ ഉയരില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3ാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോ പുറകെ പോകും. തല്ലാനല്ല, ഉമ്മാനെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ പുറകെ ഇറങ്ങിപ്പോകും. പോയിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു? എന്റെ ഉമ്മയ്ക്ക് വല്ല കുറവുമുണ്ടോ? എന്റെ വീട്ടിൽ എന്റെ ഉമ്മയ്ക്ക് വല്ല പരാതിയും കുറവുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്കൊന്ന് ചെയ്തു കൊടുക്കാനാ. ഉമ്മ എന്നോടൊന്നും പറയാറില്ല. ഇന്നത്തെ മക്കളാണെങ്കിൽ വീട്ടിൽ വന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാ പോയി ഉമ്മാടെയും അപ്പാടെയും കാര്യം. ആ സഹാബി അങ്ങനല്ല. ഉമ്മ വല്ലോം പറഞ്ഞു എന്ന് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മായെ കാണാൻ വരുന്നവരുടെ പുറകിലൊന്നും പോകണ്ട. അവര് ചോദിക്കുന്ന സാധനമെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നീ വീട്ടിൽ ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ പ്രഷറിന്റെ ഗുളിക ഒന്ന് വാങ്ങിത്തരണം കേട്ടോടാ. ഉടനെ ചോദിക്കുന്നത്, ഉമ്മ നിങ്ങളിപ്പോ ചോറിന് പകരം ഗുളികയാണോ കഴിക്കുന്നത്? അതാ ചോദിക്കണേ. 150 രൂപയുടെ ഗുളികയ്ക്ക് പോലും കണക്ക് പറയുന്ന മക്കളുടെ കാലമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചാൽ ഒരു രക്ഷയുമില്ല. ദുനിയാവും പോയി, ആഖിറവും പോയി. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും, ഖുർആൻ പഠിച്ചവനാണെങ്കിലും, ആലിമീങ്ങളാണെങ്കിലും, പ്രഭാഷകനാണെങ്കിലും, ആരാണെങ്കിലും ഉമ്മായും വാപ്പായും വേദനിപ്പിച്ചിട്ടുണ്ടോ, നിനക്ക് അല്ലാഹു നല്ല മരണം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാരണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല മഹാനവറുകൾ നോക്കുമ്പോ 4 പേരൊരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോവാ. 4 ആൾക്കാർ ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നു. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആ 4 പേരുടെ കൂടെ 5ാമനായിട്ട് മഹാനവറുകൾ പോയി. അവസാനം മയ്യത്ത് കൊണ്ട് കബറടക്കി. 5 പേരാണ് കൊണ്ട് കബറടക്കിയത്. കബറടക്കി കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തേ ആരുമില്ലേ ഈ ചെറുപ്പക്കാരന്? ആരുമില്ലേ? അപ്പൊ പറഞ്ഞു, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മ ഞങ്ങളെ പൈസ എന്നിട്ടാ പറഞ്ഞു വിട്ടെ കൊണ്ട് നടക്കാൻ. അല്ലാഹുവേ, മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വേദനയായി ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഉമ്മ ഇരിക്കുന്നു. ആ ഉമ്മയോട് ചോദിക്കുമ്പോ പറഞ്ഞു, അല്ലാഹുവേ അവിടെ നിന്ന് പറഞ്ഞു, തങ്ങളെ എന്റെ മോന ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു വളർത്തി. പക്ഷെ അവൻ കള്ളുകുടിയനായിരുന്നു. എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, എന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു, എന്നെ തല്ലുമായിരുന്നു, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനാ. പക്ഷെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു രോഗം കൊടുത്തു. അല്ലാഹു ഒരു രോഗം കൊടുത്തു. കിടപ്പി കിടന്ന മലമൂത്ര വിസർജനം നടത്തിയ എന്റെ പൊന്നുമോൻ അല്ലാഹു അവന് രോഗം കൊടുത്തു. കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ. എന്റെ പൊന്നുമോൻ അല്ലാഹു കടന്ന് ദുരിതം അനുഭവിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല തങ്ങളെ. എന്റെ മോനല്ലേ. അതാ ഉമ്മ ഗർഭിണിയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത്തിരി പ്രശ്നമാ. ഈ കുഞ്ഞ് പ്രസവിച്ചാൽ ഉമ്മയ്ക്ക് തന്നെ മരണം വരെ സംഭവിക്കാൻ കാരണമാ. ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ പെണ്ണെ നീ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ഉമ്മ ചോദിച്ചത്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ. അതാ മനസ്സിലാക്കണ്ടേ. അതാ ഉമ്മ തന്റെ പൊന്നാര മകൻ കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ കിടന്ന് നരകിക്കുന്നത് കണ്ടപ്പോ ഈ ഉമ്മ തന്നെ തന്റെ പൊന്നുമോനെ കുളിപ്പിച്ചു. അവന്റെ മൂത്രം കഴുകി, അവന്റെ കാഷ്ടം കഴുകി, അവന് ഭക്ഷണം വാരി കൊടുക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഇയാസ് തങ്ങൾ പറയുന്നു, ആ ചെറുപ്പക്കാരൻ മിണ്ടാറില്ല, കരയില് മാത്രം. ഉമ്മയോട് ചെയ്തു പോയ ദ്രോഹമോർത്തിട്ട് കരച്ചല. അവസാനം മരണസമയം അടുത്തപ്പോ, തന്റെ സക്രാത്തിന്റെ സമയം അടുത്തപ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ
ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ മലക്കുകൾ വന്നിട്ട് എന്റെ റൂഹ് പിടിക്കുമ്പോ എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. എനിക്കത് പറയാൻ കഴിയില്ല ഉമ്മ, കാരണം ഞാൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്തവനാ. എന്റെ ഉമ്മയോട് ഞാൻ അത്രയ്ക്കും ദ്രോഹം ചെയ്തവനാ. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ ഉമ്മ തന്നെ ലക്കിനു അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവേ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞു തരണം. ഉമ്മ പറഞ്ഞു തന്നിട്ട് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുമോ? ഉമ്മയുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് ചവിട്ടണം. ഉമ്മ നിങ്ങളുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് നിങ്ങൾ ചവിട്ടണം. എന്റെ മുഖത്ത് ചവിട്ടി മണ്ണിലേക്ക് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മുഖത്ത് ഉമ്മയുടെ കാലെടുത്ത് ചവിട്ടിയിട്ട് ഉമ്മ എനിക്ക് പറഞ്ഞു തരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മയുടെ കാൽ ചവിട്ടിലാ സ്വർഗം കിടക്കുന്ന എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നിട്ടും എന്റെ പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, തന്റെ പൊന്നാര മകൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. മകന് പറയാൻ കഴിയുന്നില്ല. ഉമ്മ തന്റെ കാലെടുത്ത് മകന്റെ മുഖത്ത് ചവിട്ടിയിട്ട് പറഞ്ഞു കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും പറയാൻ പറ്റുന്നില്ല. ആ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ പൊന്നുമോന് ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു തമ്പുരാനെ, എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു തമ്പുരാനെ, എന്റെ പൊന്നുമോന് നീയും പുറത്തു കൊടുക്കല്ല, എന്റെ പൊന്നുമോന് നല്ല മരണം കൊടുക്കല്ല എന്ന് അവസാനം ആ ഉമ്മ കരഞ്ഞു ദുആ ചെയ്തിട്ടാ എന്റെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് പൊങ്ങിയതെന്ന് കരഞ്ഞുകൊണ്ട് അബൂ ഇയാസ് തങ്ങളോട് ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുമ്പോ കളിയല്ല, നിസാരമല്ല, ഇത് നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമർ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വഹാബികൾ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. നാവ് പൊങ്ങുന്നില്ല, പറയാൻ ആഗ്രഹമുണ്ട്, നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ സ്വഹാബികൾ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്. വിളിച്ചുകൊണ്ട് വാ സഹാബ, അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവാ സഹാബ. അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പൊന്നുമോന് മരണത്തിന്റെ വേളയിലാണ്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ്? അവിടെന്ന് പറഞ്ഞു, തങ്ങള് എന്റെ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, അവനും എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ് അവൻ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ. ഉമ്മ പറയാ, നബിയെ എന്നെക്കാളും സ്നേഹം അവൻ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ ഭാര്യയോടാ. എന്റെ മനസ്സ് വേദനിച്ചു നബിയെ, എന്റെ മനസ്സ് വേദനിച്ചു നബിയെ. ഉമ്മാ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താലേ അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റൂ. പൊരുത്തപ്പെടുവോ ഉമ്മ? ഇല്ല നബിയെ, ഇല്ല നബിയെ, ഞാൻ അവനെ അത്രയ്ക്കും സ്നേഹിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതാ, അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എത്ര പറഞ്ഞിട്ട് ഉമ്മ പൊരുത്തം കൊടുക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞു കത്തിച്ചു കളയാൻ. അൽഖമയുടെ മയ്യത്ത്, അൽഖമയെ കത്തിക്കാൻ പറഞ്ഞപ്പോ തന്റെ പൊന്നുമകനെ കത്തിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി ഉമ്മ പറഞ്ഞു, വേണ്ട നബിയെ, എത്ര ദോഹം ചെയ്താലും അവൻ എന്റെ മകനല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. അപ്പൊ സമയത്താണ് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങിയത് എന്ന് ചരിത്രം പറയുമ്പോ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കരുത്. അതുകൊണ്ട് മലക്കുകൾ പരിചയമുള്ള, മലക്കുകൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും വേണോ? ഉമ്മായ്ക്കും വാപ്പായ്ക്കും ഭക്ഷണം വാരി കൊടുക്ക്, അവരുടെ മുന്നിൽ ശബ്ദമുയർത്തരുത്, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുന്നത് നാട്ടുകാരല്ല, നമ്മുടെ കൂടപ്പിറപ്പ്, നമ്മുടെ സ്വന്തം മക്കള്, നമ്മൾ ഇന്നലെ വരെ സ്നേഹിച്ചവരുണ്ടല്ലോ, അവരടുത്ത് നിന്നിട്ട് പറയുകയാണ്, കാണേണ്ടവർ കണ്ടോ,
കാണുന്നവരെല്ലാവരും കണ്ടുകൊള്ളണം. മയ്യത്ത് കാണാമല്ലാത്ത തിരക്കാണ്. അവസാനമായി നമ്മുടെ മുഖമൊന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും തിക്കും തിരക്കുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു. എല്ലാവരും നമ്മുടെ ജനാസയെ പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മൾ സ്നേഹിച്ചവർ വിളിച്ചു പറയുന്ന കണ്ടത് മതി പുതിയ പറയുകയാണ്. പെട്ടെന്ന് നമ്മുടെ ജനാസ പൊതിഞ്ഞു. വീടിന്റെ വെളിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിലേക്ക് എന്റെയും നിങ്ങളുടെയും ജനാസ എടുത്തു വെച്ചു. വീരവിടന്ന് കട്ടിലുയർത്തുകയാണ്. വീടിന്റെ വെളിയിലേക്ക് കൊണ്ടിറങ്ങുമ്പോൾ അപ്പോഴാണ് വീടിന്റെ അകത്ത് വിളിച്ചു കൂവല് കേൾക്കുന്നത്. അപ്പോഴാണ് കിടന്ന് അട്ടഹസിക്കുന്നത്. പ്രിയമുള്ളവരെ, ആര് കരഞ്ഞാലും കേൾക്കാത്തവരെ പോലെ, ഉത്തരം നൽകാത്തവരെ പോലെ എന്റെയും ഞങ്ങളുടെയും ജനാസകതാ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന 6 അടി മണ്ണെന്ന് പറയുന്ന പള്ളിപ്പറമ്പിലെ ഒരു ഭവനമുണ്ടല്ലോ, വീടിന്റെ അകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കബറിന്റെ അകത്തേക്ക് 2 പേരിറങ്ങി നമ്മളെ താങ്ങിയെടുത്ത് കബറിന്റെ അകത്ത് വെക്കുകയാണ്. എന്നിട്ട് 3 കെട്ടുകൾ തലയിലും കഴുത്തിലും, അതാ തലയിലും നടുവിലും കാലിലും കെട്ടിയിരിക്കുന്ന കെട്ടുകളുണ്ടല്ലോ, ആ 3 കെട്ടുകളങ്ങ് അഴിച്ചു മാറ്റുകയാണ്. കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു. ഒരു പിടി മണ്ണ് വാരിയിട്ട് കബളിന്റെ താഴെ വെച്ചു. എന്നിട്ടല്ലാ പലകയെടുത്ത് നിരത്താൻ തുടങ്ങുകയാണ്. ഈമാനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത്, ഈമാനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം പിടച്ചു പോകുന്നത് അപ്പോഴാണ്. പലകയെടുത്ത് ഇങ്ങനെ നിരത്തുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അവസാനത്തെ പലകയെടുത്ത് വെക്കുമ്പോ അത് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല, അത്ര സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ചയല്ല. പലക വെച്ചു, അവന് മണ്ണ് വാരിയിടുകയാണ്. പള്ളിപ്പറമ്പിൽ മണ്ണ് വാരിയിടുന്നത് കണ്ടാൽ എന്തോ മത്സരം നടക്കുന്നത് പോലെ മണ്ണ് വാരിയിട്ടു പലരും എറിയുകയാണ്. പലരും ചിരിച്ചുകൊണ്ടാണ്, തമാശ പറഞ്ഞുകൊണ്ടാണ്, ദുനിയാവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പലരും കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെറുതെയല്ല മണ്ണ് വാരിയിടാൻ പറഞ്ഞത്. നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ പള്ളിപ്പറമ്പിൽ ഒരു കുഴികകത്തി എടുത്ത് കിടത്തിയിട്ട് വെറുതെയല്ല മണ്ണ് വാരിയിടാൻ പറഞ്ഞത്. അവിടുന്ന് മണ്ണ് വാരിയിടുമ്പോ പറയേണ്ടത് മിൻഹാ ഖലഖനാകും വഫീഹാ نعيدكم ومنها نخرجكم تارة أخرى. ഇത് പറഞ്ഞുകൊണ്ടാണ് മണ്ണ് വാരിയിടേണ്ടത്. എല്ലാവരും കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടു. എല്ലാവരും കൂടെ കബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. മണ്ണിട്ട് മൂടിക്കിടിഞ്ഞു. എന്നിട്ടതിന്റെ മുകളിൽ 2 ചെടികൾ അടയാളം വെക്കണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം 2 ചെടികൾ അടുത്തവന്റെ കബറിൽ നിന്ന് അനുവാദമില്ലാതെ മറ്റൊരു തന്റെ കബറിൽ നിന്ന് ഒളിച്ചിട്ട് മാതാപിതാക്കളുടെ നെഞ്ചത്ത് 2 പേരുടെയും അതാ തലയുടെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും ഓരോ ചെടികൾ നട്ടിട്ട് എല്ലാവരും പറയുന്നു മഅസ്സലാമ. എല്ലാവരും അവിടെ വെച്ച് സലാം പറയുകയാണ്. പിന്നെ പിരിയുകയാണ്. നിന്റെ വാപ്പ പോകുന്നുണ്ട്, നിന്റെ കൂടപ്പിറപ്പ് പോകുന്നവരുണ്ട്, നിന്റെ സ്വന്തം മക്കള് പോകുന്നുണ്ട്, നിന്റെ കൂട്ടുകാര് പോകുന്നവരുണ്ട്. എല്ലാവരും നീ നിന്റെതെന്ന് കരുതിയ എല്ലാവരും നിന്നെ പള്ളിപ്പറമ്പിലെ ഒരു പെരുകുഴിക്കകത്ത് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് കുടിച്ചിട്ടിട്ട് മടങ്ങി പോകുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഒരു മനുഷ്യന് സഹായം വേണ്ടത്. ആ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സഹായത്തിന്റെ ആവശ്യം. അപ്പോഴാണ്
ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ. ഒരു സമയത്ത് മാത്രമേ ഞാനും നിങ്ങളും ഏകാന്തനാകൂ. പള്ളിപ്പറമ്പിലാ, ആരും അവിടെ കൂടെ വരില്ല, വാപ്പ വരൂല. എന്റെ പൊന്നുമകനെ പിരിയാതെ എനിക്ക് ഒരു മിനിറ്റ് പോലും കഴിയില്ല എന്ന് പറഞ്ഞു ഇന്ന് വരെ ഒരു വാപ്പയും തന്റെ മക്കളുടെ ഖബറിന്റെ ചാരത്തിരിക്കാറില്ല, അമ്മയും ഇരിക്കാറില്ല, ഒരു ഭർത്താവും ഇരിക്കാറില്ല, ഒരു ഭാര്യയും ഇരിക്കാറില്ല, ഒരു കൂടപ്പിറപ്പും ഇരിക്കാറില്ല, ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളും ഇരിക്കാറില്ല. എല്ലാവരും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുടിക്കകത്തിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ വരെ അവരാണോ കൂട്ടുകാര്? അവരാണോ കൂട്ടുകാര്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആരാണ് കൂട്ടുകാരെന്നറിയുമോ? ആരാണ് കൂട്ടുകാരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചില കൂട്ടുകാരെ പറഞ്ഞു തരികയാണ്. ചില നല്ല കൂട്ടുകാരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്. ഒരു പരിപാടിയിലെ കളഞ്ഞിട്ട് പോകൂല. 24 മണിക്കൂറും നിന്റെ കൂടെ ഇവര് ദുനിയാവിലുണ്ട്, മരണസമയത്തുണ്ട്, ഖബറിന്റെ അകത്തുണ്ട്, പരലോകത്തുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം വരെ നിന്റെ കയ്യിൽ പിടിച്ച് നിന്നെ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. എങ്കിൽ എന്തിനാ നീ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തത്? നിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും നിനക്ക് കൂടെ ഉണ്ടാകണം. ഒരു സഹായത്തിന്റെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവനാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് അങ്ങനെയാണല്ലോ. എന്നാ നിങ്ങൾ ചിന്തിക്ക്, സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ മാതാപിതാക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്റെ മക്കളുണ്ട്, നിങ്ങളെ പോലുള്ള ഒരുപാട് പേരുണ്ട്. ഇനി ഞാൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെ എല്ലാരും ഉണ്ട്. പരലോകത്ത് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്വർഗ്ഗത്തിൽ വിട്ട, സ്വർഗ്ഗത്തിലും സിറാജ് ഒറ്റയ്ക്കല്ല, കൂടെ ആളുണ്ട്, സ്വർഗ്ഗവാസികൾ. ഇനി അല്ല എന്നെ നരകത്തിലേക്ക് വിട്ട, അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെയും എന്റെ കൂടെ നരകത്തിൽ ആളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലം, അത് 6 അടി മണ്ണാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരും വരാറില്ല, ഒറ്റ മനുഷ്യരും വരാറില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മള് കൂട്ടുകാരെന്ന് പറഞ്ഞ ദുനിയാവിൽ ഉണ്ടാകണം, മരണസമയത്തുണ്ടാകണം, ഖബറിന്റെ അകത്തുണ്ടാകണം, പരലോകത്തുണ്ടാകണം, സിറാത്തിലുണ്ടാകണം, മീസാനിലുണ്ടാകണം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാർ നമുക്കുണ്ടാകണം. അള്ളാഹു ആ കൂട്ടുകാരിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചില കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാര് സാധാരണ കട്ടം പിടിയും വലിച്ച് നടക്കണവരൊന്നുമല്ല. ആ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവര് കള്ളുകുടിക്കൂല, വ്യഭിചരിക്കൂല, പലിശ തിന്നൂല, പാപം ചെയ്യൂല. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലതു മാത്രം ചെയ്യുന്നവരാണ് ആ കൂട്ടുകാരെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരാ? അവർ അല്ലാഹുവിന്റെ മലക്കുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹുവിന്റെ മലക്കുകളെ നമ്മൾക്ക് കൂട്ടുകാരാക്കാൻ കഴിയണം. കാരണം നിങ്ങൾ ചോദിക്കും, ഉസ്താദെ മലക്കിനെ കൂട്ടുകാരാക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് മലക്കിനെയാണ്. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നു, മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക എനിക്ക് റൂഹൂതിയത്. എന്റെ വയറ്റിന്റെ അകത്ത് വന്നിട്ട് എന്റെ റിസ്ക് എഴുതിയത് ഒരു മലക്ക. ഈ 33 കൊല്ലം കൊണ്ട് ഞാൻ നടക്കുന്നു. എന്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം, ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും എന്നിൽ നിന്ന് മാറാതെ ഈ 33 വർഷവും എന്റെ കൂടെ നടന്നത് ഈ 2 ചുമലിയിരിക്കണ മലക്കുകളാണ്. അവർ ഉറങ്ങത്തുമില്ല, ഒന്നും മാറി നിൽക്കത്തുമില്ല, അവർക്ക് റെസ്റ്റ് ഇല്ല. 24 മണിക്കൂറും എന്റെ കൂടെയുണ്ട്. ഞാൻ മരിച്ചാൽ ആദ്യം കരയുന്നത് എന്റെ ഉമ്മയോ വാപ്പയോ ഭാര്യയോ മക്കളോ കൂട്ടുകാരോ അല്ല, മലക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നല്ല മനുഷ്യരുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വരുമ്പോ നമ്മുടെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ കരയുമത്രേ. നമ്മുടെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ കരയുകയാ, അല്ലാഹുവേ, ഒരു നല്ല മനുഷ്യൻ മരിച്ചു പോകുന്നല്ലോ അല്ലാ, നിങ്ങളുടെ കൂട്ടുകാരൻ പോകുകയാണല്ലോ അല്ലാ. മലക്കുകൾ കരയുമത്രേ. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയും, നിങ്ങൾ രണ്ടുപേരും ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്ത് എടുത്തു.
ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്ത് എടുക്കണം. ആ ഇബാദത്തിന്റെ പ്രതിഫലം നിങ്ങളുടെ ഈ കൂട്ടുകാരനുള്ളതാണ്. നമുക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാളെ ഖബറിന്റെ അകത്തേക്ക് പോകുമ്പോ ആ ഖബറിന്റെ അകത്തും വരും. നാളെ പരലോകത്തേക്ക് എഴുന്നേക്കുമ്പോ ഖബറിന്റെ ചാരത്വം ഉണ്ടാകും. നമ്മളെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ചിലരെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയൂല. നിങ്ങളെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയില്ല. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ചിലരെ സർവ്വ മലക്കുകൾക്കും പരിചയമുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നിന്റെ പേരറിയാം, നിന്റെ ശബ്ദം നല്ല പരിചയമാണ്. നിന്റെ ശബ്ദം പോലും, നിന്റെ പേരും, നിന്റെ കുടുംബവും, നിന്റെ എല്ലാ കാര്യങ്ങളും മലക്കുകൾക്ക് പോലും നല്ല പരിചയമുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മലക്കുകൾ പരിചയപ്പെട്ടിരിക്കുന്ന, മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 8 വിഭാഗം ആൾക്കാരെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പൊ 10 മണിയായി. 1 മണിക്കൂർ പറയാൻ പറ്റുന്ന അത്രയും പറയും. സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇരിക്കൂലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പൈസ തരാണ്ടോപ്പാ? എന്തെങ്കിലും തരാനുണ്ടോ? നിങ്ങളുടെ ഇരുത്തം കണ്ടപ്പോ എന്നെ എന്തോ വെട്ടിക്കൊന്ന് തിന്നാനുള്ള ഇരിപ്പിരിക്കണം. ഞാനെന്തോ നിങ്ങളോട് കൊലക്കുറ്റം ചെയ്തോ ദ്രോഹം ചെയ്തതുപോലെ ഇരിക്കണം. എല്ലാരും ഒന്ന് ചിരിക്കുമ്പോ ഒരു സദക്ക കൊടുക്കോ? ഇതിലെ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കണ പോലെ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കും. അള്ളാഹു നമ്മുടെയൊക്കെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ കൂട്ടത്തിൽ മലക്ക് സ്നേഹിക്കുന്ന ഒന്നാമത്തെ ആളാരാ? എന്താ നിങ്ങൾ കുറച്ചുപേർ ഇവിടെ നിൽക്കണേ? എന്തിനാ? ഇരിക്കാൻ കസേര ഇല്ലാഞ്ഞിട്ടാ? അതോ സംഘാടകരായിട്ട്? എല്ലാരും ഇരിക്കുമ്പോ സാധാരണ എല്ലാരും നിന്നാ വഴുത് വരണേ. ഞാനും ഇരുന്നില്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിൽ എല്ലാരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. അവിടെ അരക്കയ്യന്മാരും ഒന്നും എടുക്കത്തില്ല കേട്ടാ. പൊക്കുവാണെങ്കിൽ നല്ലതുപോലെ പൊക്കണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളൂ. ചിലപ്പോ ഈ കൈ പൊക്കിയതിന്റെ പേരിലായിരിക്കും പോണേ. വാപ്പ നീ മസിൽ പിടിച്ചിരി, ചിലപ്പോ ഇതിന്റെ പേരിലായിരിക്കും അള്ള വലിച്ച് താഴെ ഇടുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. ചാകാൻ കിടന്ന ഒരു നായിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടെ പോണെങ്കിൽ വലിയ ആനക്കാരിയൊന്നും വേണ്ട. ചിലപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൊണ്ടും പോകും. അള്ളാഹു ഈ കൈ പൊക്കിയതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് എല്ലാവരും ഓതിയ 500 ആയത്തൊന്നും ഇല്ല, 6 ആയത്തേ ഉള്ളൂ. 6 ആയത്തുള്ള ഒരു സൂറത്ത് ഓതേണ്ട രീതിയിൽ ഓതിയാൽ അള്ളാഹു സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകളെ സ്നേഹിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവാ. ഇങ്ങനെ നടന്നു പോകുന്ന റോഡിലൂടെ അല്ലെങ്കിൽ നോക്കുമ്പോ റോഡിലൂടെ ഒരാൾ നടന്നു പോകുന്നത് പോലെ രണ്ടുപേരും പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ഒരൊറ്റ ചോദ്യം. ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ല, ഈ നാട്ടിലെ ആരെയും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വഴുത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റോഡിൽ കൂടെ ഒരാൾ പോയി. ഞാൻ ചോദിക്കാ, പോണത് അബൂബക്കർ അല്ലേടാ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ ഓന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ജിബ്രീലിനോട്, ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? കാരണം ജിബ്രീലാ പറഞ്ഞേ. ജിബ്രീലാണ് സർവ്വ പ്രവാചകന്മാർക്കും വഹിയുമായിട്ട് വരുന്ന മലക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമ ചോദിക്കുന്നത്, നബിയേ ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിച്ചു, അബൂദർ നിനക്ക്, ഈ ജിബ്രീൽ നിനക്ക് എങ്ങനെ അറിയാം എന്റെ അബൂദറിനെ?
എങ്ങനാ നിനക്ക് ആ ചെറുപ്പക്കാരനെ പരിചയം? ആരാ നിനക്ക് പേര് പറഞ്ഞു തന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഇ അശ്റു ഫിൽ അർളി, പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, എനിക്ക് മാത്രമല്ല ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ അറിയുന്നതിനേക്കാളും നല്ലതുപോലെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും അബൂദർ എന്ന് പറഞ്ഞാൽ അറിയാം. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എല്ലാവർക്കും നല്ല പരിചയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. കാരണം അബൂദർ ആരെന്നറിയുമോ? അല്ലാഹുവേ, മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കുന്ന പാവപ്പെട്ടവനാട്. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും പടച്ചവനെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ കുറിച്ചാണ് മലക്ക് പറയുന്നത്, ഞങ്ങൾക്കെല്ലാവർക്കും നല്ല പരിചയമാണ്. ആ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഈ അബൂദറിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? യാ റസൂലല്ലാഹ്, മലക്കുകളെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരനുണ്ട്. മലക്കുകളെ സ്നേഹിക്കുന്ന ഒരു നല്ല ഗുണം ആ ചെറുപ്പക്കാരനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വഭാവമുള്ളവരെ മലക്കുകളെ സ്നേഹിക്കുമെന്നാണ് മുത്തുനബി അവിടെന്ന് പറയുകയാണ്. അതാ ജിബ്രീൽ പറയുന്നു, നബിയേ, ആ ചെറുപ്പക്കാരൻ ഒരു പരിത്യാഗിയാണ് നബിയേ. ആ ചെറുപ്പക്കാരൻ ഒരു പരിത്യാഗിയായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ സ്നേഹിച്ചവനാ. ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. ഈ ദുനിയാവിനോട് ആർത്തിയില്ല, ദുനിയാവിനോട് മോഹമില്ല, അല്ലാഹുവേ അധികാരത്തോട് ആഗ്രഹമില്ല, സമ്പത്തിനോട് ആഗ്രഹമില്ല, ഒന്നിനോടും യാതൊരു ആഗ്രഹവുമില്ല. ആ ചെറുപ്പക്കാരൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, പരലോകത്തെ രക്ഷപ്പെടണമെന്ന ചിന്തയോട്, സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ജീവിച്ച ചെറുപ്പക്കാരനാ. അതുകൊണ്ടാണ് മലക്കുകളെ സ്നേഹിച്ചതെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മൾ നേരെ തിരിച്ചാണല്ലോ. ഇല്ലാതെ പോയതും അത് തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയാണ്, ദുനിയാവിനോട് വല്ലാത്ത മോഹമാണ്, അധികാരങ്ങളോട് വല്ലാത്ത കൊതിയാണ്, പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാനെങ്ങളും ദുനിയാവിന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പാവപ്പെട്ടവനാണ്. തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരമാകുന്നതിന് മുമ്പ് അത് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമായിരുന്നു. പടച്ചവനെ, ആരെങ്കിലും എന്തെങ്കിലും കരുതി വെച്ചാൽ, നാളത്തേക്ക് വേണ്ടി ആരെങ്കിലും സമ്പാദ്യം കരുതി വെച്ചാൽ, അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവരോട് പറയുമായിരുന്നു, ഇതെല്ലാം നാളെ പടച്ചറപ്പ് നിന്റെ കഴുത്തിൽ തൂക്കിയിടുമടാ, നരകത്തിന്റെ തീയായിട്ട്. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് അതാ നിന്റെ തലയിലേക്ക്, നിന്റെ കഴുത്തിലേക്ക് അവിടുന്ന് തൂക്കിയിടുമെന്ന് മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബികളോട് പറയുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിനെ സ്നേഹിക്കുന്നവരാ. മലക്കുകൾക്ക് നമ്മളെ പരിചയമില്ല, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലോ, അവര് നമ്മളെ കാണാൻ വരുന്നില്ല. കാരണം നമ്മൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് കഴിയുന്നവരാ. നമുക്കൊന്നിനും സമയമില്ലല്ലോ, ശരിക്കാൻ പോലും സമയമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആരെങ്കിലും ഈ ദുനിയാവിനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിനെ മറന്നുകൊണ്ട്, ആഖിറം മറന്നുകൊണ്ട്, ഈ ദുനിയാവിനെ
ദുനിയാവിനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാ അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തില് 4 ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പക്കാരനെ മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ദുനിയാവിനോട് യാതൊരു സ്നേഹവുമില്ല. പണവോ അധികാരമോ വീടോ കൊട്ടാരമോ ഒന്നുമില്ല. ഒന്നിനോടും നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല. എല്ലാം കിട്ടുന്നത് വൈകുന്നേരം തികയുന്നതിന് മുമ്പേ അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന ചെറുപ്പക്കാരൻ. അതുകൊണ്ടാ മലക്കുകൾ സ്നേഹിച്ച് നമ്മൾ നേരെ തിരിച്ച നമുക്ക് നിസ്കരിക്കാൻ സമയമില്ല. ഇതേ പോകാത്ത കച്ചവടം കടയിലിരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കാൻ പോകും? എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദുനിയാവിന്റെ പുറകെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുനിയാവിന്റെ പുറകെ പോയ അള്ളാഹു നിനക്ക് 4 ശിക്ഷ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി